ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻകുളത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. കണ്ടില്ല, ഷീറ്റൊക്കെ വിരിച്ചിട്ട് വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ തയ്യാറാക്കിയതെന്ന് നോക്കാം. ഇതിനായിട്ട് 1 മീറ്റർ നീളത്തിൽ ആഴം വരുമ്പോൾ 1 അടി 1.5 അടിയൊക്കെ ആഴം ഉണ്ടാവും. ഇത് നന്നായിട്ട് കൊത്തി ഇതിലത്തെ മണ്ണൊക്കെ മാറ്റി നമുക്ക് ചാക്കിലേക്ക് നിറച്ച് വെച്ച് കെട്ടിയതിന് ശേഷം ഈ കുളത്തിൻ്റെ ചുറ്റിനും ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു കല്ലോ ഒന്നും പാടില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ അടിക്ക് ലീക്ക് പിടിക്കും. അതുകൊണ്ടാണ് നല്ല ഫിനിഷാക്കിയതിന് ശേഷം മണ്ണ് മാത്രം മാറ്റിയിട്ട് മണ്ണും കല്ലൊക്കെ മാറ്റിയതിന് ശേഷം ചാക്കിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുളത്തിൻ്റെ നടുവിൽ ഇട്ടിട്ടുള്ളത് പഴയ തുണികളാണ് കേട്ടോ. നിങ്ങൾക്ക് തുണികളില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോഞ്ച് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കുക. കാരണം എന്തായാലും നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഷീറ്റ് ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഷീറ്റ് ഇട്ടു, വെള്ളം നിറച്ചു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മീൻ വാങ്ങി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പാടില്ല, 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ മീനെ വാങ്ങിയിട്ടുള്ളത് 10 നെട്ടർ കുട്ടികളാണ്, 2 വാളക്കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുകയാണ്. നല്ല ഭംഗി അത് കാണാൻ വേണ്ടിയിട്ട്. നെട്ടർ കുട്ടികൾക്ക് 3.5 രൂപ വെച്ചിട്ടാണ് കേട്ടോ കിട്ടിയത്. 10 എണ്ണം വാങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ മീൻകുളമൊക്കെ ഉണ്ടാക്കാൻ തയ്യാറെടുപ്പുള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് കച്ചറൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വല കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കച്ചറ ഒന്നും വീഴില്ല. കണ്ടില്ല, എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ, കൂട്ടം കൂടി നിൽക്കുകയാണ്. നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെട്ടർ കുട്ടികളെ വലിയതിൻ്റെ ഫോട്ടോ ആണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ഇക്കാക്ക് പുഴയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് പിന്നെ ഗപ്പിക്കുട്ടികളാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നെട്ടർ മീനും വാളൊക്കെ ഈ ഗപ്പിക്കുട്ടികളെ വിഴുങ്ങുന്നു പറഞ്ഞപ്പോൾ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇതും കാണാൻ നല്ല രസമാണ്. ഇതിപ്പോൾ മിക്ക വീട്ടിലും ഉണ്ടാവും ഗപ്പിക്കുട്ടികൾ, കണ്ടില്ലേ. അപ്പം മീൻകുളത്തിലേക്ക് ഞങ്ങൾ തീറ്റ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.